നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഗസയിൽ വെടിനിർത്തലിനും ദീർഘകാല സമാധാനം സ്ഥാപിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഖത്തറും ഈജിപ്തുമായി ആശയവിനിമയം ആരംഭിച്ചതായി ഇസ്രായേലും സ്ഥിരീകരിച്ചു. എന്നാൽ അധിനിവേശം അവസാനിപ്പിച്ച് ഉപാധികൾക്ക് വിധേയമല്ലാതെയുള്ള ബന്ദിമോചന ചർച്ചകൾക്കില്ല എന്ന് ഹമാസ് വ്യക്തമാക്കി. ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് തെൽ അവീവിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി. US ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ 130 ജീവനക്കാർ ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ജോ ബൈഡനെ സമീപിച്ചതായി CNN ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഡേവിഡ് ബർണി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനുമായി നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ കൂടിക്കാഴ്ച നടത്തി. 3 ബന്ദികളെ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതും കരയുദ്ധത്തിൽ കനത്ത തിരിച്ചടി നേരിടുന്നതുമായ സാഹചര്യത്തിൽ എങ്ങനെയും ബാക്കി ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇസ്രായേലിന്റെ ഈ നടപടി. എന്നാൽ അധിനിവേശം അവസാനിപ്പിച്ചും ഉപാധികൾ അംഗീകരിച്ചും വേണം ബന്ദിമോചന ചർച്ചയെന്ന നിലപാട് ഹമാസ് ആവർത്തിച്ചു. ഇത് സ്വീകാര്യമല്ല എന്ന് നെതന്യാഹു. ഇതോടെ മധ്യസ്ഥ ചർച്ച വഴിമുട്ടാനാണ് സാധ്യത. ഹമാസിനെ തുരത്താതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. വെളുപ്പിന് ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭാ യോഗത്തിനും അഭിപ്രായ ഐക്യം ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ട്. മന്ത്രിസഭാ യോഗത്തിന് തൊട്ടു മുൻപാണ് യുദ്ധം തുടരുമെന്ന് നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഗാൻസും അറിയിച്ചത്. ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത പോരാട്ടം തുടരുകയാണ്. കമാൽ അദ്വാൻ ആശുപത്രി വളപ്പിൽ 20 പാലസ്തീനികളെ ബുൾഡോസർ കയറ്റി ഇസ്രായേൽ സേന കൊലപ്പെടുത്തി. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ വീട് തകർക്കപ്പെട്ടവർ താമസിച്ചിരുന്ന തമ്പുകളും ഇസ്രായേൽ നശിപ്പിച്ചു. ഭക്ഷണവും വെള്ളവും ഇല്ലാതെയും ചികിത്സ ലഭിക്കാതെയും ഗസയിലെ ജനങ്ങൾ ദുരിതാവസ്ഥയിലാണ്. ഇന്ധനക്ഷാമം കാരണം ഗസയിലെ 36 ആശുപത്രികളിൽ 11 മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ലെബനാൻ അതിർത്തിയിലും സംഘർഷം രൂക്ഷമാണ്. ബോംബാക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെടുകയും 2 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലെബനന് നേരെ തുറന്ന യുദ്ധത്തിന് മടിക്കില്ല എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ഹുത്തികളുടെ ആക്രമണ ഭീഷണി മുൻനിർത്തി കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ മുഖേനയുള്ള ചരക്ക് നീക്കത്തിൽ നിന്ന് പിന്മാറി. ലോകോത്തര ഷിപ്പിംഗ് കമ്പനികളായ 5ൽ 4 ചെങ്കടൽ മുഖേനയുള്ള സർവീസ് അവസാനിപ്പിച്ചത് ലോക സമ്പദ്ഘടനയ്ക്ക് തിരിച്ചടിയാകും. അന്തർദേശീയ സമൂഹം ഇടപെട്ടില്ല എങ്കിൽ സ്വന്തം നിലയ്ക്ക് സൈനിക നീക്കത്തിന് മടിക്കില്ല എന്ന് ഇസ്രായേൽ അറിയിച്ചു. എന്നാൽ ഇസ്രായേലോ അമേരിക്കയോ മറ്റേതെങ്കിലും പാശ്ചാത്യ ശക്തികളോ യമനെ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹുത്തികളും തിരിച്ചടിച്ചു. അതേസമയം ഗസയിൽ ശാശ്വതമായി വെടിനിർത്തൽ വേണമെന്ന് UKയും ജർമ്മനിയും. UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കമറോണാണ് ശാശ്വതമായി വെടിനിർത്തലെന്ന ആവശ്യം ഉന്നയിച്ചത്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗസയിൽ കൂടുതൽ പേർ കൊല്ലപ്പെടുന്നതിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലേന ബാർബോക്കുമായി ചേർന്ന് ഇത് സംബന്ധിച്ച സംയുക്ത പ്രസ്താവനയും UK പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് യുദ്ധം അവസാനിപ്പിക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. ദിവസങ്ങളും വർഷങ്ങളും തലമുറയ്ക്കിടയിലും സമാധാനം ഉണ്ടാകണമെന്നാണ് തങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ശാശ്വതമായി വെടിനിർത്തൽ വേണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. അടിയന്തരമായ വെടിനിർത്തലാണ് പലരും ആവശ്യപ്പെടുന്നത്. അവരെക്കൊണ്ട് അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ജനങ്ങൾ അനുഭവിക്കുന്ന തീവ്രമായ കഷ്ടപ്പാടുകളാണ് അവരെക്കൊണ്ടിങ്ങനെ പറയിപ്പിക്കുന്നതെന്നും ഇരുവരും വ്യക്തമാക്കി. ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ മോചിപ്പിക്കുവാൻ ചർച്ചകൾ വീണ്ടും തുടങ്ങിയെന്ന വിവരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചിരുന്നു. ബന്ദികളെ മോചിപ്പിക്കുവാൻ വീണ്ടും ചർച്ചകൾക്ക് തുടക്കമായെന്ന് അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹുവിന്റെ പരാമർശം. നിലവിൽ നടക്കുന്ന യുദ്ധം വിജയം വരെയും തുടരുമെന്ന് നെതന്യാഹു പറഞ്ഞു. ഗസയെ പൂർണ്ണമായി നിരായുധീകരിച്ച് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. വെടിനിർത്തലിന് ഇസ്രായേലിന് മേൽ കടുത്ത സമ്മർദ്ദമുയരുന്നതിനിടയിലാണ് നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന. നന്ദി, നമസ്കാരം.